സോൾമേറ്റ് കപ്പിൾസിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അത്രയ്ക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. കാരണം ഞങ്ങളെ ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങളെ ഇറക്കി വിട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് 2 മാസത്തെ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങള് കഴിഞ്ഞ മാസം സഞ്ജു ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് എനിക്ക് 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 1 മാസത്തെ വാടക ഇന്നലെ കൊണ്ട് കൊടുത്തു. അപ്പൊ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് കാലത്ത് തന്നെ വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. ഞാൻ നോക്കിയെടുത്ത് ആള് പോയി. ഞങ്ങളോട് പറഞ്ഞത് വാടകയുടെ പൈസ പെൻഡിങ് ഉള്ളത് തന്നിട്ടിന് വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. ഞാനിപ്പോ എന്തായാലും ജോലിക്ക് പോകണം. ഇവരെയും ജോലിക്ക് കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചേക്കണം. വേറെ എവിടെയും കൊണ്ടാക്കാനായിട്ട് സ്ഥലത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത്. പിന്നെ വേറെ നിവൃത്തിയില്ല. അതാണ് ഞങ്ങൾ അങ്ങനെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ചെറുതോടെ ഞാനും കുഞ്ഞും കൂടി ജോലിക്ക്. പിന്നെ ഇന്നലെ തൊട്ട് 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ സ്വിഗ്ഗിന്ന് കിട്ടിയ റെയിൻകോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്താൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പൊ മഴയില്ല. അപ്പൊ ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ട്. വെയിലുണ്ട്, നല്ല മഴക്കാറുണ്ട്. ചിലപ്പോ മഴയും പെയ്യും. കൈ അക്കൗണ്ട് നോക്കിയാ 8ന്റെ പണി ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. കാലത്ത് വേറെ പണി, ഇപ്പോഴത്തെ വണ്ടിയുടെ ടയർ പഞ്ചറിങ്. ഇപ്പൊ അതിനു വേണ്ടി പൈസ ഒരാളെടുത്ത് ചോദിച്ചിട്ട് ഇപ്പൊ ആൾ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടും. വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഇന്നലെ യാദൃശികമായിട്ട് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. സോൾമേറ്റ് കപ്പിൾ എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയ്ക്ക് അങ്ങനെ അധികം റീച്ചൊന്നുമില്ല. ഈ ഒരു 2 വീഡിയോ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഇട്ട 2 വീഡിയോസ് ഉണ്ട്. അതല്ലാതെ അതിന് മുമ്പിട്ട വീഡിയോയ്ക്കൊന്നും അധികം റീച്ച് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നോക്കിയിട്ടങ്ങ് ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് മുമ്പുള്ള കുറേ വീഡിയോസിലൊക്കെ അവരുടെ വീട്ടിലായിരുന്നു, വീട്ടിലത്തെ കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഇയാൾ ഈ ജോലിക്ക് ഇറങ്ങിയ കാര്യം പറയുന്നുണ്ട്. മന്ത്ലി എങ്ങനെയാണെങ്കിലും ഒരു 35-40,000 ഉണ്ടാക്കാൻ പറ്റും. ബികോംകാരനാണ്. പിന്നെ ബികോംകാരനാണ്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പെട്ടെന്നാണ് ഇവരുടെ ലാസ്റ്റ് വീഡിയോ, ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടില്ലേ, അതിന്നലെ ഞാൻ കണ്ടത്. ആ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടത്. അതിന് ശേഷമാണ് ഞാൻ ബാക്കി വീഡിയോസ് ഒന്ന് ജസ്റ്റ് കയറി നോക്കിയത്. അപ്പോൾ അതിനകത്ത് അവരെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ്. എന്നിട്ട് അവരൊരു ചെറിയ കുട്ടി, കയ്യിലുള്ള ഒരു ചെറിയ കുട്ടിയാണ്, അതിനെയും കൊണ്ട് ഇങ്ങനെ സ്വിഗ്ഗി ഓടുകയാണ് അയാൾ. അപ്പോൾ ഈ വൈഫിനെയും ഈ കുട്ടിയെയും വെച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഒക്കെ പോകുന്നത്. ഇവരെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും 1 രൂപ പോലും അവരുടെ കയ്യിലില്ലാന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 50 റുപ്പീസ് എന്തോ കിട്ടി. ഓർഡർ ചെയ്തതിൻ്റെ ആണോ എങ്ങനെയാണോ അതെനിക്ക് കറക്റ്റ് അറിയില്ല. ആ ക്യാഷിന് 35 റുപ്പീസിൻ്റെ കണ്ട് ഒരു ഊണ് വാങ്ങിയിട്ട് അവർ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അതുപോലെ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല, കിടക്കാൻ സ്ഥലമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ രാത്രി എവിടെ കിടക്കുമെന്നറിയില്ല. ഇനി വൈകിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം അയാൾ പറയുന്നത് ഇന്നത്തെ പേയ്മെൻറ്റ് നാളെ ആയിരിക്കും കിട്ടുക, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് നമ്മൾ കയ്യിൽ കൊടുക്കില്ല. അപ്പോൾ അത് അവർക്ക് ഉപയോഗിക്കാമായിരിക്കാം. അങ്ങനെയൊക്കെ വളരെ കഷ്ടം തോന്നുന്ന രീതിയിൽ. കാര്യം അവർ രണ്ടും ആണെങ്കിലും പോട്ടെന്ന് വെക്കാം. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. നമ്മളൊക്കെ ഓർഡർ ചെയ്താലും സ്വിഗ്ഗി സൊമാറ്റോ ബോയ്സ് ഒക്കെ ഭക്ഷണം കൊണ്ട് തരുമല്ലോ. പക്ഷെ അവരുടെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല. അവരവരുടെ ജോലി ചെയ്തിട്ട് അവർ പോകുന്നു. ഇതങ്ങനെയല്ല. ഇവരെയും കൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇയാൾ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെ ആയാലും വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. ഇപ്പോൾ കോട്ടയത്താണ് ഇവരുടെ സ്ഥലം. ആ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ ഫോൺ നമ്പർ ക്യാഷ് ഇട്ട് തരാം എന്നൊക്കെ ഇന്നലത്തെയൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവരതൊന്നും ഫോൺ നമ്പർ കൊടുക്കുന്നുമില്ല, ക്യാഷ് ചോദിക്കുന്നുമില്ല. അതുപോലെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളൂ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ നിഷേധിക്കുകയാണ്. അതുപോലെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ലവ് സിമ്പൽ ഇട്ട് അങ്ങനെ അങ്ങ് ഫില്ല് ചെയ്ത് വിടുകയാണ്. ചിലതിനൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് പിന്നെ കുറേ ആളുകൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ അവർ എവിടെ കിടന്നു, ഫോണിൻ്റെ ചാർജ് തീരാറായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുത്തിയിടാൻ സ്ഥലമില്ല, എവിടെ കിടന്നു, എന്തായി ആ കൊച്ചുകുട്ടിയെ കൊണ്ട് എന്നൊക്കെ അറിയാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗ് അടുത്ത വീഡിയോ വന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്ന സ്ഥലമൊക്കെ കാണിച്ചു തരുന്നുണ്ട്.
അവിടെ എവിടെയോ സെക്യൂരിറ്റിയുടെ റൂമിലെങ്ങാണ്ട് ഫോൺ ചാർജ് ചെയ്യാനിട്ടു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത് കൊണ്ട് തന്നെ ആരും അധികം ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല. പിന്നെ കുട്ടിയെ കൊതുക് അടിച്ചുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നും ഇതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ ഓടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിൽ, സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇവരെന്തിനാണ് ഇത്രയും നാൾ റീച്ച് ഉണ്ടായിരുന്നില്ല ചാനലിന്, അത് സത്യം. അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു പ്ലേ കളിക്കുമോ? യൂട്യൂബിൽ തെണ്ടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാഷ് ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒരിടത്തുനിന്ന് മറിക്കാം എന്നുള്ള അവസരം ഉണ്ടായിട്ടും മറിക്കാതെ ഈസി വേ അല്ലേ മണി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തെണ്ടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തെണ്ടുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല. ഇവരുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇത് കള്ളമാണ്, അഡ്രസ്സ് ചോദിച്ചിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് ഇടാനായിട്ട് ഫോൺ നമ്പർ ചോദിച്ചിട്ട് തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോയും അങ്ങനെ തന്നെയാണ്. ആ ലേഡിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഇയാള് ബൈക്ക് ഓടിക്കുമ്പോൾ അപ്പോൾ അവർ ഗൈസ് ഞങ്ങളിങ്ങനെ പോവുകയാണ്, മഴ ഇത് ഫുഡ് വന്നു, ഇതേ കേക്കാണ് അടുത്ത ഓർഡർ, അതുകൊണ്ട് അത് ഉടയാതെ കൊണ്ടുപോകണം, അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചു പോവുകയാണ്, ഇതേ മഴ വന്നു, ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നു, കുഞ്ഞിക്കിളിന്ന് ആ കുട്ടിയെ വിളിക്കുക, കുഞ്ഞിക്കിളിയേയും കൊണ്ട് മഴ നനയാതെ ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്, മഴ കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗേസ് ഞങ്ങൾ അത് ചെയ്യാണ്, ഗേസ് ഞങ്ങൾ ഇത് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ സംസാരിക്കുന്നുണ്ട് ഇയാളുടെ വൈഫ്. അങ്ങനെ ഇവർ മൂന്നും കൂടെ ഇങ്ങനെ യാത്രയാണ്. ഞാൻ ഓർക്കണ കോട്ടയമാണ് സ്ഥലം. ഇതറിയുന്ന ആരെങ്കിലും കണ്ടാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് വിഷമം തോന്നും. കാര്യം ഈ ഒരു ചെറിയ കുട്ടിയെയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അലയുക എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. എന്തെങ്കിലും ഇവർക്കൊരു താൽക്കാലിക താമസ സൗകര്യമോ, ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നു, ആ ലേഡിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അഥവാ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്ത് അവർ ക്യാഷ് ആരോടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ അതുമില്ല. വിഷ്വലി ഇതുവരെ കാണുന്നില്ല, ക്യാഷ് ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവർ A to Z ഇപ്പം ഭക്ഷണം കഴിക്കാനില്ലാത്തത് തന്നെ ഒരു 3-4 തവണയെങ്കിലും പറയുന്നുണ്ട്, ഭക്ഷണം മേടിക്കാൻ പൈസയില്ലെന്ന് പറയുന്നുണ്ട്, കിടക്കാൻ ഇടവില്ലെന്ന് പറയുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണ് താമസം, കുട്ടിക്കിടാൻ ചെരുപ്പ് പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. എല്ലാ ഇല്ലായ്മയും ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ആരോടും ക്യാഷ് ആവശ്യപ്പെടുന്നില്ല. ഫോൺ നമ്പർ ചോദിച്ചാൽ പോലും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കുന്നില്ല, ക്യാഷ് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കോട്ടയത്തൊക്കെയുള്ള ആരെങ്കിലും ഇതുവഴി ഏത് വഴിയെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനൊരു ആൾക്കാരെ കണ്ടാൽ, ഇങ്ങനെ 3 പേരെ കണ്ടാലൊന്ന് അന്വേഷിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുമല്ലോ. നമുക്കൊരു മാനുഷിക ഇത് വെച്ചിട്ടെങ്കിലും പരിഗണന വെച്ചിട്ടെങ്കിലും ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പം അസഹനീയമല്ലേ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഇന്നലെ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ അവസ്ഥ എന്താണ്, ആ കുട്ടിയെ കൊണ്ട് എവിടെയാണ് കിടന്നത്, ഫോൺ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, കോൺടാക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നറിയാഞ്ഞിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എന്നറിയാഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പം അവർ സേഫാണ്, ഇന്നലത്തെ ജോലി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ പിടിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകളിൽ കുട്ടികളെ വളർത്താൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണല്ലേ. അവർക്ക് ജലദോഷം വരും, പനി വരും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ മഴയത്ത് ഈ കാലാവസ്ഥയിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ അലയാൻ പറ്റുക? ഇതിൻ്റെ പിന്നിൽ എന്താണെന്നും അറിയില്ല. എന്തു തന്നെയായാലും ഇവരെപ്പറ്റി ആളുകൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ട നടപടി എടുക്കട്ടെ. ആ പ്രദേശത്തെ ആളുകളാണെങ്കിലും ഇവരുടെ വീട്ടുകാരെവിടെയാണോ, കുറച്ച് വീഡിയോസൊക്കെ ഇട്ടേക്കുന്ന വീട്ടുകാരുടെ കൂടെ അമ്മയുടെ കൂടെയൊക്കെ ഉള്ളതാണ്, ഒന്നും തന്നെ അറിയില്ല. നിങ്ങൾ കയറി കണ്ടു നോക്കൂ കേട്ടോ, അപ്പം മനസ്സിലാവും. സോൾമേറ്റ് കപ്പിൾ എന്നാണ് ചാനലിൻ്റെ പേര്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 2 വീഡിയോയാണ് നല്ല റീച്ചിൽ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വേ ആണോന്നും അറിയില്ല. റിയലായിട്ട് ഇതിനെന്തോ ഒരു ജസ്റ്റ് സർജറി എന്തോ ഉണ്ടായിരുന്നു ഈ ലേഡിക്ക്. അങ്ങനെയാണ് വാടക കൊടുക്കാൻ പറ്റാതെ വന്നത്. 2 മാസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം 1 മാസത്തെ കൊടുത്തപ്പം ഹൗസ് ഓണർ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അറിവിലോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും ആരെങ്കിലും ഇവരെ തിരിച്ചറിയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യം എന്താണ് എന്നെങ്കിലും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്